സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുരളിയെ കാണാനായിട്ട് ദേവികയും നന്ദനും മുരളിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ദേവികയാണെങ്കിൽ അറിയാതെ പോലും മുരളിയോട് ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നന്ദനാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ മുരളിയെ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. എന്തായാലും ദേവിക സന്ദീപിനെ പറഞ്ഞു വിടുന്നുണ്ട്. സന്ദീപിനാണെങ്കിൽ ത്യാഗരാജൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അയാളാണെങ്കിൽ അത് മനസ്സോട് കൂടിയിട്ട് വാങ്ങി വയ്ക്കുകയാണ്. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മുരളിയോട് യാത്ര പറഞ്ഞ് ദേവികയും നന്ദനും ഇറങ്ങാൻ നേരം മുരളി പറയുന്നുണ്ട്, ഒരു ഓട്ടോയോ ടാക്സിയോ വിളിച്ച് പോയാൽ മതിയെന്ന്. അതൊന്നും വേണ്ട, രാത്രിയല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പോയിക്കോളാം എന്നൊക്കെ നന്ദനാണെങ്കിൽ മുരളിയോട് പറയുന്നുണ്ട്. അത് വേണോ നന്ദു എന്നൊക്കെ ദേവിക ചോദിക്കുകയാണ്. കാരണം ചുറ്റിനും ശത്രുക്കളാണ്, നടക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് അവൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും അതൊരു വൈബായിരിക്കുമെന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ ദേവികയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ദേവികയോട് സത്യങ്ങൾ തുറന്നു പറയാൻ തന്നെ നന്ദൻ തീരുമാനിക്കുന്നു. നന്ദൻ ദേവിയോട് പറയുന്നുണ്ട്, നീ ചോദിച്ചിരുന്നുവല്ലേ മുരളിയോട് എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നതെന്നൊക്കെ, അതൊക്കെ യാത്രാക്ഷീണമായിരിക്കുമെന്ന് ദേവികയാണെങ്കിൽ നന്ദനോട് പറയുമ്പോൾ അതൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിലുണ്ടെന്ന് പറഞ്ഞ് മുരളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദേവികയോട് നന്ദൻ തുറന്ന് പറയുകയാണ്. ഇനി തിരിച്ചൊരു പോക്കുണ്ടാവില്ല. പിന്നെ ഭാർഗവി ആൻറ്റിയും ഗൗരിയും സ്വപ്നം കാണുന്നത് പോലെ അവരെ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. അവനാകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലൊക്കെ അവനെ നമുക്ക് ചേർത്ത് പിടിക്കണം, സത്യങ്ങൾ ഭാർഗവി ആൻറ്റിയെയും ഗൗരിയെയും അറിയിക്കണമെന്നൊക്കെ പറയുകയാണ്. അതിനൊക്കെ വഴിയുണ്ടാക്കാമെന്നും ദേവിക പറയുന്നുണ്ട്. എന്തായാലും മുരളി ചതിക്കപ്പെട്ടു എന്നുള്ള സത്യം ദേവിക മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കുറച്ചധികം ബൈക്കുകൾ തങ്ങളെ പിന്തുടർന്ന് പുറകിൽ തന്നെയുണ്ടെന്നും. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നന്ദു പറയുകയാണ്, കുറേ നേരമായി ഞാനും ശ്രദ്ധിക്കുന്നു, ഇത് നമ്മളെ ലക്ഷ്യമാക്കി തന്നെയാണെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴും പറഞ്ഞതാണ് രാത്രി സേഫല്ല നടക്കുന്നതെന്ന്, ഒരു ഓട്ടോയോ മറ്റോ വിളിച്ച് വന്നാൽ മതിയായിരുന്നെന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് നോക്കണം, എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവി പറയുന്നുണ്ട്, വേണ്ട, വെറുതെ ഒരു പ്രശ്നത്തിനായിട്ട് പോകാൻ നിൽക്കേണ്ട നന്ദു, അതാകെ പ്രശ്നമാവും, ഇവർ എന്തുദ്ദേശത്തിൽ വന്നെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നന്ദിനിയെ കൂട്ടിയിട്ട് ദേവിയാണെങ്കിൽ അവിടെ നിന്നും വേഗത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും അവർ സേഫായി തന്നെ വീട്ടിലേക്ക് എത്തുന്നു. അത് ഋഷിയും സംഘവും തന്നെയാണ്. ദേവികയെയും നന്ദനെയും വേട്ടയാടിക്കൊണ്ട് തന്നെയാണ് അവർ പുറകെ എത്തിയിരിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ദേവികയാണെങ്കിൽ വീണ്ടും മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ ജോലിയിലേക്ക് തന്നെ മുഴുകുകയാണ്. കൂടെ തന്നെ സിദ്ധാർത്ഥനുമുണ്ട്. അങ്ങനെ രാമപുരം മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ വികസനങ്ങളാണ് നടത്താൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ സിദ്ധു ചോദിക്കുമ്പോൾ ദേവികയാണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ പറയുകയാണ്, അതൊക്കെ മോളുടെ ഇഷ്ടം പോലെ എന്തൊക്കെ വേണമെന്ന് നോക്കി ചെയ്താൽ മതിയെന്ന്. പ്രഭയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയോട് എഴുന്നേൽക്കാനായിട്ട് പറയുകയാണ്. ദേവികയോട് ഇപ്പോൾ എഴുന്നേൽക്കാൻ പറയണ്ട, എന്ത് ജോലി ഉണ്ടെങ്കിലും പിന്നീടാവാം, അവളിപ്പോൾ കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ദേവിക കേട്ടേ മതിയാകൂ. അങ്ങനെ സിദ്ധു ആണെങ്കിൽ പ്രഭയോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും പ്രഭ വിളിച്ചത് ദേവികയെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം അതൊന്നും അറിയാതെയാണ് സിദ്ധാർത്ഥൻ പ്രഭയോട് ദേഷ്യപ്പെടുന്നത്. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, അച്ഛനെ കണ്ട് പഠിക്കരുത്, എല്ലായ്പ്പോഴും പാർട്ടി അങ്ങനെയുള്ള രീതിക്ക് പോകരുതെന്നും കുടുംബം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ. അങ്ങനെ ദേവികയെ പ്രഭാവതിയാണെങ്കിൽ ഉപദേശിക്കുകയാണ്. മാത്രമല്ല നന്ദൻ്റെ ജോലിയെക്കുറിച്ചും ദേവികയോടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുകയാണ്, അമ്മയെ ഇനി വഴക്കൊന്നും പറയരുത്, അമ്മ നല്ലതിന് വേണ്ടി തന്നെയല്ലേ പറയുന്നത്, കുടുംബം ഒന്ന് ഉള്ളൊരു കാര്യമുണ്ട്, പാർട്ടി പ്രവർത്തനം മാത്രം വേണ്ടെന്നേ അമ്മ ഉദ്ദേശിച്ചുള്ളൂ പറയുന്നുണ്ട്. എന്തായാലും അത് രാവിലെ തന്നെ ദേവികയാണെങ്കിൽ ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണുകയാണ്. ചായയുമായിട്ട് റൂമിലേക്ക് വരുന്ന ദേവിക കാണുന്നത് നന്ദനാണെങ്കിൽ ഒരു പാവക്കുട്ടിയെയും അടുത്ത് വെച്ചിരുന്ന് കൊഞ്ചുന്നതാണ്. അതായത് മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് നന്ദൻ അതിനോട് സംസാരിക്കുന്നത്. ഓ, ഇതേതാ പുതിയ മോളെന്നല്ല, എന്തായാലും നീ എനിക്കൊരു കുഞ്ഞിനെ തരില്ല, അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇതിനെ കുഞ്ഞായിട്ടങ്ങ് കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ, അപ്പോൾ ഇതാണോ നന്ദവൻ്റെ പുതിയ കുഞ്ഞ് എങ്കിലേ ഈ മോള് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, എനിക്കും ഒരു കുഞ്ഞിനെ വേണം, അതുകൊണ്ട് പുതിയൊരു ജീവിതം ഞാനും കാണുന്നുണ്ടെന്നൊക്കെ ദേവികയാണെങ്കിൽ നന്ദൻ കേൾക്കാനായിട്ട് പറയുന്നു. സത്യമാണെന്നൊക്കെ ദേവികയോട് നന്ദൻ ചോദിക്കുന്നുണ്ട്. അതെ, സത്യമാണ്, നമുക്കൊരു കുഞ്ഞ് വേണമെന്നൊക്കെ രണ്ടാളും പരസ്പരം
ഇഷ്ടത്തോടു കൂടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ കിഴിഞ്ഞ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.